തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മഹാരാജാസ് കോളേജ് SFI യൂണിറ്റ് സെക്രട്ടറി യഹിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം പീച്ചി ഡാം റിസർവോയറിൽ കുളിക്കാൻ ഇറങ്ങുമ്പോഴായിരുന്നു അപകടം. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അവരുടെ മൃതദേഹം ലഭിച്ചോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി യഹിയാണ് മരിച്ചത്. 25 വയസ്സാണ് പ്രായം. കോളേജ് വിദ്യാർത്ഥിയായ യഹിയ ഉൾപ്പെടെ ഏതാനും പേർ തൃശ്ശൂരിൽ പീച്ചി വന ഗവേഷണ കേന്ദ്രത്തിൽ ഇൻറ്റേൺഷിപ്പിനായി വന്നതായിരുന്നു. ഇന്നലെ വൈകിട്ട് ഇവർ ഡാമിൻ്റെ റിസർവോയറിന് സമീപം, ഡാമിൽ നിന്ന് അധികം അകലെയല്ലാതെ റിസർവോയറിൽ വൃഷ്ടിപ്രദേശത്ത് കുളിക്കാനായി ഇറങ്ങിയതായിരുന്നു. 5 പേരാണ് കുളിക്കാൻ ഇറങ്ങിയത്. ഇതിൽ യഹിയെ പെട്ടെന്ന് മുങ്ങി കാണാതാവുകയായിരുന്നു. വൈകിട്ട് തിരച്ചിൽ നടത്തിയിരുന്നു. ഏറെ സമയം തിരച്ചിൽ നടത്തിയിരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന സ്കൂബ ടീമിൻ്റെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയിരുന്നു. രാത്രി തിരച്ചിൽ ദുഷ്കരമായതിനാൽ രാത്രി വൈകി ഈ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 9 മണി കഴിഞ്ഞപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റവന്യൂ മന്ത്രി K. രാജൻ്റെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടപടികളെല്ലാം ഏകോപിപ്പിച്ചത്. അദ്ദേഹം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഈ സംഭവം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണി കഴിഞ്ഞാണ് യഹിയെയും കൂട്ടുകാരും കുളിക്കാനായി ഇവിടേക്ക് എത്തുന്നത്. ആ ഒരു 6:45 യഹിയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെയും വനഗവേഷണ കേന്ദ്രത്തിലൊക്കെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും തിരച്ചിൽ നടത്തുകയും ചെയ്തെങ്കിലും ഇന്നലെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ 9 മണി കഴിഞ്ഞ് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എന്തായാലും കോളേജിനും സുഹൃത്തുക്കൾക്കുമൊക്കെ വലിയൊരു ദുഃഖവാർത്തയാണ് യഹിയുടെ വേർപാട്. ഷമി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.